നന്ദിനി, ദേ ആ ബോർഡ് കണ്ടില്ലേ? മിസ്സിസ് നന്ദിനി സൂര്യ, CEO. ഇന്ന് മുതൽ പത്മ ഇൻഡസ്ട്രീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ താനാ. ഇതൊന്നും വേണ്ട സർ. ഞാൻ കാരണം ഇവിടെ ഒരു ബഹളം ഉണ്ടാവരുത്. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം സർ. ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനോ? എടോ, തന്നെ ഞാനൊരു സ്ഥാനത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ താൻ ആ സ്ഥാനം ഏറ്റെടുക്കണ്ടേ? സോ പ്ലീസ് സിറ്റ് ഡൗൺ ദർ. ദാറ്റ്സ് യുവർ ചെയർ. സർ. നന്ദിനി അവിടെ പോയിരിക്കുന്നുണ്ടോ? വേണ്ട സർ, എന്നെ കൊണ്ട് പറ്റില്ല. നന്ദിനി, തന്നോട് പറയുന്നത് ഞാനാ. താനത് അനുസരിച്ചേ പറ്റൂ. ചെല്ലിയല്ലോ, പോയിട്ട് ആ ചെയറിൽ സിഇയോടെ ഒരു ഗൗരവത്തോടു കൂടി ഇരിക്കെ. പോ. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് തന്നെ സീറ്റ് കൊണ്ടിരുത്താം. ഞാൻ എഴുന്നേറ്റോളാം, കുഴപ്പമില്ല. അയ്യോ വേണ്ട സർ, ഞാൻ ഇരുന്നോളാം. ഞാൻ എഴുന്നേൽക്കരുതെന്നാണ് തന്റെ താല്പര്യമെങ്കിൽ താൻ അവിടെ പോയിരിക്കും. താൻ ഇരുന്നേ പറ്റൂ. ഓക്കെ, പോയിരിക്കും. എന്തു പറ്റി? സാറിനെ കൊണ്ട് കഴിയില്ല സർ. ഇത്രയും വലിയ കസേരയിലൊന്നും ഞാൻ ഇരുന്നിട്ടില്ല. എന്റെ കൈയും കാലൊക്കെ വിറയ്ക്കുന്നു. നന്ദിനി, ഇത് ഞാനും താനും ഒന്നിച്ച് ജയിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കളിയാ. അവിടെ മറ്റുള്ളവരെന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും താൻ എന്നെ തോൽപ്പിക്കരുത്. താൻ അവിടെ ചെന്നിരിക്കും. ചെല്ലടോ, ചെല്ല്. ഇരിക്കടോ. എടോ, അങ്ങനെയല്ല. ആ ചെയറിലേക്ക് കയറിയിട്ട് സിഇയോടെ ഗൗരവത്തോടെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും. കറക്റ്റ്. മുഖത്ത് അല്പം കൂടി ഗൗരവമാവാം. ഒന്ന് പോയ സാറേ, ഇനിയിപ്പോ ഗൗരവം വരുത്താഞ്ഞിട്ടോ? എടോ, തന്റെ നാട്ടില് ഈ ഉത്സവങ്ങളൊക്കെ വരുമ്പോ അതിന്റെ പ്രധാനപ്പെട്ട ജോലികളൊക്കെ താൻ ഏറ്റെടുക്കാറില്ലേ? ആ ഉണ്ട്. ആ, പലപ്പോഴും താനല്ലേ അവിടുത്തെ സ്ത്രീകളെ നിയന്ത്രിക്കുന്നതും അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുന്നതും പരിഹരിക്കുന്നതും ഒക്കെ? അതുപോലെയാണോ സാർ ഇത്? അതെ, ഒരു കാര്യം ചെയ്യാനുള്ള തന്റെ കപ്പാസിറ്റിയാണ് അത് കാണിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ ഇതും. താനേ അവിടെ അമ്പലത്തിലെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു, അതുപോലെ ഇവിടുത്തെ ഓഫീസിലെ കാര്യങ്ങളും അതുപോലെ തന്നെയല്ലേ ഇതും. അവിടെ തന്നെ സഹായിക്കാൻ പൂജാരിയും ഉത്സവ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ ഞാനുണ്ട്. സാറിന് ഇതൊക്കെ നിസ്സാരമായിട്ട് പറയാം. ഞാൻ നിസ്സാരമായിട്ട് പറയും. വളരെ നിസ്സാരമായിട്ട് നമ്മളിത് കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യേ, ഞാനേ തന്റെ ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. ബഹുമാനപ്പെട്ട സിഇഒ ഒന്ന് സ്റ്റൈലായിട്ടിരുന്നേ. താഴേക്ക് എന്തെങ്കിലും വീണു പോയാ? സ്ട്രെയിറ്റ് ആയിട്ടിരിക്കേ. ആഹാ, കൊള്ളാലോ ഗൗരവം. ഇനി ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിക്കടോ.
എന്റെ കമ്പനിയിൽ എന്നോടൊപ്പം ഇരിക്കാനുള്ള കാലുറപ്പുണ്ടോ നിനക്ക്? എഴുന്നേക്കടി അവിടെ നിന്ന്. എഴുന്നേക്കല്ലേ, അവിടെ ഇരിക്കേ. ഓ, ഇതാണ് സിഇഒയുടെ പേടിയുടെ കാരണം അല്ലെ? അമ്മ മഹാറാണി. ഓക്കെ, അത് നമുക്ക് ഇപ്പൊ ശരിയാക്കാം. പെട്ടെന്ന് വേണം. ഓക്കെ അല്ലേ? യാ, ഗുഡ്. ഓക്കെ. എടോ, ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതിന്റെ മലയാളം ഏകദേശം ഇങ്ങനെയാ: ഒരു കസേരയ്ക്ക് അതിന്റെ പരിപൂർണമായ ഗൗരവം വരുന്നത് അർഹതയുള്ള ആൾക്കാർ അതിലിരിക്കുമ്പോൾ മാത്രമാണ്. താൻ ഇരിക്കുന്ന ഈ കസേര ഏറ്റവും അർഹതയുള്ള ആളെ കണ്ടെത്തി കഴിഞ്ഞു. കളിയാക്കിക്കോ കളിയാക്കിക്കോ. സാറ് വയ്യാതിരിക്കുന്നോണ്ടാ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കുന്നത്. എന്റെ ഉള്ളിൽ തീയോ. അത് നമുക്ക് കെടുത്താടോ. ഹായ്. ഹായ് ആനന്ദ്, വരൂ. May I come in, sir? Come in. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. നന്ദിനി, ഇത് നമ്മുടെ ലീഗൽ ടീമാണ്. കമ്പനിയുടെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഇവരാണ്. എന്നുവെച്ചാ നമ്മുടെ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കൺഗ്രാറ്റുലേഷൻ മാം. വാങ്ങിച്ചോളൂ. താങ്ക്സ്. വെൽക്കം മാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. Madam, my happy congrats and wish you all the best. താങ്ക് യു. ഫ്രണ്ട്സ്, ഇതുവരെ ഈ കമ്പനിക്കും എനിക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനും വരെ നിങ്ങൾ തന്നിരുന്ന പരിപൂർണ പിന്തുണ പുതിയ സിഇഒയ്ക്കും നിങ്ങൾ കൊടുക്കണം. ഷുവർ സർ. And now, Nandini is the part of our journey. സർ, ഞങ്ങൾ പൂർണ്ണമായും സാറിനോടൊപ്പം ഉണ്ടാവും. താങ്ക് യു. എന്നാ ഇനി ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സർ. ഇറങ്ങട്ടെ മാം. യെസ്. താങ്ക് യു സർ. Okay, sir. നന്ദിനി, കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് നീങ്ങി തുടങ്ങി. ഇനിയിപ്പോ ഇതുപോലെ പലരും വരും. ഇനിയുണ്ട് സാർ ആൾക്കാര്. കമ്പനിയെ കുറിച്ച് താൻ എന്താ കരുതിയിരിക്കുന്നേ? ഇനി പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്മുടെ കമ്പനിയുമായിട്ട് പാർട്ണർഷിപ്പ് ഉള്ളവര്, നമ്മുടെ കമ്പനിയുമായി ചേർന്ന് ബിസിനസ് ചെയ്യുന്നവര്, വിദേശത്തുള്ള ആളുകൾ വരെ ഇതുപോലെ വരും തന്നെ അഭിനന്ദിക്കാൻ. ഞാൻ മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും വീണ് ചത്തുപോകും സർ. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. അതെ, എടോ, താനവിടെ ഇരിക്കടോ. വെരി ഗുഡ്. അതെ, പതുക്കെ 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 സിഇഒയുടെ ഗൗരവം ആ മുഖത്തെ കയറച്ച് കയറുന്നുണ്ട്.